ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ ഒരു പാർട്ടായല്ലോ. കുറെ നാളുകളായിട്ട് മീനാക്ഷി ഇല്ലാതെ ടോപ്പ് സിംഗർ ഇല്ല. അങ്ങനെയൊന്നുമില്ല, ഞാനില്ലെങ്കിലും ടോപ്പ് സിംഗർ കാരണം ഞാൻ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, മീനാക്ഷിനെ അയ്യോ ആ കൊച്ചാണോ, എന്റെ അന്വേഷണം പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം എല്ലാവരും ടോപ്പ്, ഇപ്പൊ ഈവൻ നമ്മള് സ്ക്രീനിൽ കാണുന്നതാണെങ്കിലും ടോപ്പ് സിംഗറിലാണെങ്കിലും മീനാക്ഷിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ അതെ. എങ്ങനെ പോകുന്നു ആ ജേർണി? എങ്ങനെ പോകുന്നു ടോപ്പ് സിംഗറിന്റെ ജേർണി? നന്നായി പോകുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു കാര്യമായിട്ട് അങ്ങനെ എടുത്തു പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഒരു 13-14 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ ടോപ്പ് സിംഗറിൽ വന്നതാണ്. 13 തോന്നുന്നു. കാരണം എന്റെ ഏറ്റവും ഇളയ അനിയൻ ഉണ്ടാവുന്നതൊക്കെ എന്നോട് ടോപ്പ് സിംഗറിൽ വെച്ച് അവരാ വന്ന് പറയണതൊക്കെ. അപ്പൊ ആ സമയത്താ. അപ്പൊ അവിടെ തൊട്ട് എന്റെ ജേർണി എനിക്ക് തന്നെ കാണണമെങ്കിൽ ടോപ്പ് സിംഗറിൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡന്റ് ആയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. കാരണം അവിടെ ഇരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. അത് ആൾക്കാരെ ഇത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതൊരിക്കലും എന്നെ വെച്ചല്ല ടോപ്പ് സിംഗർ എൻജോയ് ചെയ്യുന്നത്. കാരണം തീരെ ചെറിയ ആൾക്കാരാണല്ലോ പാടുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര കൗതുകമാണ്, ഇത് എങ്ങനെയാണ് ഇവരിങ്ങനെ പാടുന്നത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അതുകൊണ്ട് ടോപ്പ് സിംഗർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ജേർണി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ അല്ലെ നമ്മൾ ഇത്രയും നാളെ അവിടെ നിൽക്കൂലല്ലോ, ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്.